ഹായ് കൂട്ടുകാരെ, ചങ്ങായി വ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു നാടൻ കോഴി കൊണ്ടുള്ളൊരു സ്പെഷ്യൽ ചിക്കൻ കറി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനാവശ്യമായിട്ട് ഞാൻ ഒരു കോഴിയെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നാടൻ കോഴിയാണ് കേട്ടോ, അല്ലാതെ ബ്രോയിലർ ചിക്കൻ അല്ല, ഇത് നാടൻ കോഴിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവരുന്ന കോഴിയുടെ അകത്ത് ഇതേപോലെയുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ നെയ്യൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷമാണ് ഞാനിവിടെ ചിക്കൻ കറി വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നല്ലതുപോലെ 7-8 പ്രാവശ്യം നല്ലതുപോലെ കഴുകണം കേട്ടോ. ഇത് നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ നെയ്യുടെ അംശം കൂടുതലായിട്ടുണ്ടാകും. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി പൗഡറും എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സാധാ മുളക് പൊടിയാണുള്ളതെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് കറി മസാല പൊടിച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് കൈകൊണ്ട് നല്ലതുപോലെ യോജിപ്പിച്ചിട്ടെടുക്കണം. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ നല്ലതുപോലെ ഇത് യോജിപ്പിച്ചിട്ടെടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ യോജിപ്പിച്ചിട്ടെടുക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ നാടൻ ചിക്കനാണ്. അപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഉപ്പും എരിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഒരു 5-10 മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഞാനൊരു ചട്ടി നമ്മുടെ വിറകടുപ്പിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ചട്ടിയൊക്കെ ചൂടായി വന്ന സമയത്ത് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം വരുന്ന പച്ച ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് എനിക്കൊരു പണി കിട്ടി. എൻ്റെ 4 വിരലും പൊള്ളിയിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് മരുന്ന് പുരട്ടി കൊടുത്തതാണ്. അതിനുശേഷം ഞാൻ വീണ്ടും നമ്മുടെ ചിക്കൻ കറി വെക്കാനായിട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സ്പെഷ്യൽ മണമാണ് നമ്മൾ ഈ ഒരു എണ്ണയ്ക്കകത്ത് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും വെക്കുമ്പോഴത്തേക്ക് ഒരു സൂപ്പർ മണമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ കറിക്ക്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 4 സവാള ഉള്ളി കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഇതിലേക്ക് ഞാൻ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് കുറച്ച് മാത്രമേ ഇടാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു കൈപ്പിടിയോളം വരുന്ന കുഞ്ഞുള്ളി കൂടി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉള്ളിയൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന ചിക്കനായാലും ബീഫായാലും ആ ഇറച്ചിക്കനുസരിച്ചിട്ട് വേണം ഉള്ളിയും സവാളയൊക്കെ എടുക്കാനായിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 2 പച്ചമുളക് കൂടി ഞാൻ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. അവിടെ ഇരുന്നിട്ട് തന്നെ നല്ലതുപോലെ വഴണ്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം വഴന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ചുകൂടി മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് മുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടിക്കൂട്ടുകളും നിങ്ങളുടെ എടുക്കുന്ന ഇറച്ചിക്ക് അനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ അളവിലാണ് ഞാൻ എൻ്റെ പൊടിക്കൂട്ടുകളാണെങ്കിലും ഉള്ളിയാണെങ്കിലും ഒക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരിഞ്ജീരകവും പട്ടയും എല്ലാം കൂടെ ഇട്ടിട്ട് പൊടിച്ചിട്ടുള്ളൊരു മസാലക്കൂട്ട് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് അഡീഷണലായിട്ട് വേറെ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് രുചി കൂടാൻ വേണ്ടി ഞാൻ ചേർക്കുന്നില്ല. നമ്മുടെ ചിക്കൻ മസാലപ്പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. തികച്ച് നാടൻ രീതിയിൽ തന്നെയാണ് ഇതൊരു തയ്യാറാക്കി ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ എല്ലാം കൂടി ആ ഒരു മസാലക്കൂട്ടിലേക്ക് യോജിപ്പിച്ചിട്ടെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് മൂടിക്കൊടുത്തിട്ട് കുറച്ചൊന്ന് വേവിച്ചിട്ടെടുക്കണം കേട്ടോ. അതുവരെ നമുക്കിതിൽ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. തീ നല്ലതുപോലെ ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ പകുതി വേവാകുമ്പോഴത്തേക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം.
നമ്മൾ മടി പിടിച്ചിട്ട് പച്ചവെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. നല്ല തിളച്ച വെള്ളം തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ വേവിച്ച് വറ്റിച്ചിട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ നാടൻ കോഴിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ കറി വറ്റി തന്നെ എടുക്കണം കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ കുറച്ചുകൂടി ഗരം മസാലയുടെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ മൂടി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് അടപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത്, അടിക്ക് പിടിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചിക്കനൊക്കെ കിട്ടുന്ന സമയത്ത് എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വിറകടുപ്പിൽ വെക്കുന്നതിൻ്റെ രുചി ഒരു ഗ്യാസിൽ വെച്ചാലും നമുക്ക് എന്ത് ഫുഡായാലും അത്ര രുചി നമുക്ക് കിട്ടത്തില്ല കേട്ടോ. അതൊരു പൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിലൊരു ഓൺ ഓപ്ഷൻ കാണിക്കും, അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി നാടൻ രുചികളായിട്ടുള്ള പാചകവുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ.